Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, good afternoon. എല്ലാവരും എത്തുന്നേ ഉള്ളല്ലോ ക്ലാസ്സില്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞേ? പറയാവോ ആരെങ്കിലും? അറ്റ് വരെയാണ് മാം. ഇൻ, ഓൺ, അറ്റ് അത് മൂന്ന് കംപ്ലീറ്റ് ആയോ? Preposition. പ്രിപ്പോസിഷൻ ഏതൊക്കെയാ? ഇൻ, ഓൺ, അറ്റ് അത് മൂന്നും നമ്മൾ പറഞ്ഞിരുന്നോ? അത് മൂന്നും പറഞ്ഞു. പറഞ്ഞു, എക്സാമ്പിൾസ് ഒക്കെ തന്നു പറഞ്ഞു അല്ലെ? യെസ് മാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ അപ്പൊ ഇതെല്ലാരും? യെസ് മാം. ഇനി നമുക്ക് സീൻസ് നോക്കാം. സീൻസ്. ഓക്കെ, ടേക്ക് യുവർ നോട്ട്ബുക്ക്. Write down the heading scenes. Scenes. എങ്ങനെയാ സീൻസ് എങ്ങനെയൊക്കെയാ യൂസ് ചെയ്യാ? മുതൽ ഇത് മുതൽ എന്നുള്ളത്. മുതൽ അല്ലെ? മുതൽ അത് എങ്ങനെ വേണമെങ്കിലും ആവാം അല്ലെ? ഇപ്പോ ഒരു മാസം, ഇന്ന മാസം മുതൽ അല്ലെങ്കിൽ ഇന്ന ദിവസം മുതൽ എന്നൊക്കെ പറഞ്ഞാലും എന്താണത് അവിടെ നമുക്ക് സീൻസ് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പോ പോയിന്റ് ചെയ്തു, സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുതലാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ എഴുതാം. ക്ലിയർ ആണോ? ഞാനിവിടെ ഇതിനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്പെസിഫിക് ടൈമിനോ സ്റ്റാർട്ടിംഗ് പോയിന്റിനോ അങ്ങനെ കുഴപ്പമില്ല. നിങ്ങൾക്കത് മുതലെന്നാണ് മനസ്സിലാക്കുക, കുറച്ചുകൂടെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുതലെന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എങ്ങനെയാ? അപ്പോ നമുക്ക് ഒരു ദിവസം, ഒരു ഡേ വെച്ച് സ്റ്റാർട്ട് ചെയ്താലും അവിടെ മുതൽ അല്ലെ? ഇപ്പോ മൺഡേ മുതൽ, അല്ലെങ്കിൽ ഇപ്പോ മന്ത് ആണെങ്കിൽ നമുക്ക് ജൂൺ മുതൽ അങ്ങനെ പറയാം. സപ്പോസ് ഇപ്പൊ ഒരു ഇയർ ആണെങ്കിൽ നമുക്ക് 2020 മുതൽ എന്ന് പറയാം അല്ലെ? ടൈമിലും പറയാൻ പറ്റും, അല്ലെങ്കിൽ 7 മണി മുതൽ അല്ലെ? 7 AM മുതൽ എന്ന് പറയാം അല്ലെ? സിൻസ് 7 AM എന്ന് പറഞ്ഞാൽ എന്താ? 7 മണി മുതൽ. അപ്പോ ഇത്രയും സ്ഥലത്തേക്ക് എന്തൊക്കെയാണ് നമുക്ക് സിൻസ് യൂസ് ചെയ്യാൻ പറ്റും. എവിടെയാണ് നമുക്ക് മുതൽ യൂസ് ചെയ്യേണ്ടത് അവിടേക്ക് എന്താ നമുക്ക് സിൻസ് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എക്സാമ്പിൾസ് വേണോ? ഒന്ന് രണ്ടെണ്ണം. ഓക്കെ, എഴുതിക്കോളൂ. I have been studying since 9 AM. 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 എന്താ ഇവിടെ എന്താ പറയണേ? സെന്റൻസ് മീനിങ് എന്താ? 9 മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതൽ അല്ലെ? അപ്പോ സിൻസ് യൂസ് ചെയ്തു. നെക്സ്റ്റ് ഒന്ന് എഴുതിക്കോളൂ. She has been a teacher. She has been a teacher since 2015. She has been a teacher. She has been a teacher since 2015. She has been a teacher since 2015. Okay. Next one, Edgolo. She has lived in London. She has lived in London since April. She has lived in London since April. She has lived in London since April. She
She has lived in London since April. She has lived in London since April. Last one is I have been wearing glasses. I have been wearing glasses since I was 7. I have been wearing glasses since I was 7. I have been wearing glasses. Glass means specs, Kannada. Okay. I have been wearing glasses since I was 7. I have been wearing glasses since I was 7. Okay. ഓക്കെ മാം. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും എങ്ങനെയാ സിൻസ് ഉപയോഗിക്കാന്ന്? Okay, clear? Clear, Yes, ma'am. ma'am. Yes, okay. Yeah, okay. Next one will go to 4. 4, heading 4. ഫോർ എങ്ങനെയാ നമുക്ക് ഡ്യൂറേഷൻ അല്ലെ, ഡ്യൂറേഷൻ ഓഫ് ടൈം പറയാനായിട്ട് നമുക്ക് എന്താ 4 യൂസ് ചെയ്യാം അല്ലെ. നമ്മളിപ്പോ 4 ഏത് ടെൻസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറോ എന്തോ ആയിക്കോട്ടെ, നമ്മള് 4 യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സിൻസ് മിക്കവാറും മേ ബി അത് പാസ്റ്റ്, കൂടുതലും പാസ്റ്റ് ആണ് സിൻസ് യൂസ് ചെയ്യാം. നോക്കി കഴിഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയാണ് കൂടുതൽ യൂസ് ചെയ്യാം. അവിടെ ഇപ്പൊ സിൻസ് ചേർക്കേണ്ടത് 4 ചേർത്തും വരെ എത്രയും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സിൻസ് കുറച്ചുകൂടെ ഫോമൽ ആണ്. നമുക്ക് കാഷ്വൽ ടോക്കില് മിക്കപ്പോഴും നമ്മൾ 4 ആണ് കുറച്ചുകൂടെ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ 4 എന്താണ്, ഡ്യൂറേഷൻ ഓഫ് ടൈം എഴുതാം. അതിപ്പോ മന്ത്സ് ആവാം, ഡേയ്സ് ആവാം, അല്ലെങ്കിൽ ഇപ്പോ അവേഴ്സ് ആവാം. അതൊക്കെ ഒരു ഡ്യൂറേഷൻ ആയിരിക്കും. ഇത് വേണമെങ്കിൽ വന്നാലും അവിടെ ഡ്യൂറേഷൻ ഉണ്ടോ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ 4 ആഡ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡ്യൂറേഷൻ ഓഫ് ടൈം. എക്സാമ്പിൾ എഴുതിക്കോളൂ. I have been studying for 3 hours. I have been studying for 3 hours. I have been studying for 3 hours. Studying for 3 hours. 3 മണിക്കൂർ. 3 hours. I have been studying for 3 hours. എന്താ 3 മണിക്കൂറായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത് ഡ്യൂറേഷൻ ആണ്. നെക്സ്റ്റ് എഴുതിക്കോളൂ. He has lived in London for 3 months. 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 ഈ സെന്റൻസിന്റെ മീനിങ് എന്താ? ഞാൻ 3 മാസങ്ങൾ മുമ്പ് അവിടെ ജീവിച്ചിരുന്നു. മുൻപല്ല, 3 മാസമായിട്ട്. 3 മാസമായി അല്ലെ ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ ആണ്. ഇവിടെ സിൻസ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ എന്താ, ഈ 3 മാസം 3 മന്ത് എന്ന് വരില്ല അവിടെ. അല്ലെങ്കിൽ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു ഇയറോ ഒക്കെ വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഈ സെന്റൻസിൽ ഇപ്പൊ അവിടെ ജീവിക്കുന്നു എന്നുള്ള അർത്ഥമുണ്ടോ? ഷീ ഹാസ് ബീൻ ലിവ്ഡ് ഇൻ ലണ്ടൻ ഫോർ 3 months പറയുമ്പോ ജീവിക്കുന്നതിന് അർത്ഥമുണ്ട്. 3 മാസമായിട്ട് അവിടെ താമസിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അല്ലെ. അപ്പൊ ഇപ്പൊ അല്ല എന്നുള്ളത്. ഇപ്പൊ അല്ല, അല്ലാന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. 4 ഉപയോഗിക്കുമ്പോ ഏത് ടെൻസിൽ വേണമെങ്കിലും ഉപയോഗിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതാ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു. പല ടെൻസിൽ ഉപയോഗിക്കാം. കഴിഞ്ഞ കാര്യങ്ങൾ പറയാനും എല്ലാം നമുക്ക്
ഫോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. ഇങ്ങനൊരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞേ. I has been waiting for her. അല്ല, I had been working for 3 years. I had been working ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ for 3 years. ഓക്കെ, He worked for an American company. അങ്ങനെ വരും. ഷീ വർക്ക്ഡ് For an American company. ഈ അങ്ങനെയും പറയാലോ, ഫോർ യൂസ് ചെയ്യാലോ. വേണ്ടി എന്ന് പറയാനായിട്ട് കൂടി for വേണ്ടി എന്ന് പറയാനും ഫോർ യൂസ് ചെയ്യും. അതെ, ഓക്കെ. I has been waiting for her. yeah. Next. കഴിഞ്ഞോ? അപ്പൊ ഫോറ് ക്ലിയർ ആണോ? Yes, ma'am. Yes, ma'am. നെക്സ്റ്റ് ഏതാ? ഡ്യൂറിംഗ് ആണ്. ഡ്യൂറിംഗ് എന്താ? ഒരു പീരീഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോ ഇത്ര ഈ ടൈം മുതൽ ഈ ടൈം വരെ എന്ന് പറയുന്ന പീരീഡ് ആണ്. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ് ഒരു പീരീഡ് ആണ് അല്ലെ? എന്താ 1:30 to 2:30 ജസ്റ്റ് പീരീഡ് ആണ്. അപ്പൊ ഈ ടൈമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് ഡ്യൂറിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോളൂ. I take notes during the class. I take notes during the class. I take notes during the class. പിന്നെന്താ അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഡ്യൂറിംഗ് ദ എക്സാം യു കനോട്ട് സ്പീക്ക്. ഡ്യൂറിംഗ് ദ എക്സാം യു കനോട്ട് സ്പീക്ക്. ഈ എക്സാം എല്ലാം ഒരു പീരീഡ് ആണ്, പീരീഡ് ഓഫ് ടൈം ആണ് അല്ലെ? കറക്റ്റ് ഒരു എക്സാം ടൈം പീരീഡ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അവിടേക്ക് എന്താണ് ഡ്യൂറിംഗ് യൂസ് ചെയ്യാം. ഡ്യൂറിംഗ് ദ എക്സാം യു കനോട്ട് സ്പീക്ക്. Next one എഴുതിക്കോളൂ. He fell asleep during the movie. 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 എന്താ? ഒരു ഫിലിം കാണുമ്പോഴും എന്താ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലേ? അപ്പൊ പീരീഡ് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോ ഇപ്പോ ഈ ഒരു ടൈമില് അവൾ ഇത് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ ഡ്യൂറിംഗ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഡ്യൂറിംഗ് മനസ്സിലായോ പറഞ്ഞത്? Yes, ma'am. ക്ലിയർ ആണോ? ആക്റ്റീവ് ആണോ എല്ലാവരും? Yes, ma'am. Yes, ma'am. Yes, ma'am. Clear ആണ്. ക്ലിയർ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരട്ടെ, ആൻസർ ചെയ്യാം. എഴുതിയെടുക്കുന്നുണ്ടോ ഇനി പറയോ? എഴുതെടുക്കാം മാം. എഴുതിയെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ പറയുകയും ചെയ്യാം, പിന്നീട് നോട്ട്സ് തരാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നോട്ട്സ് അല്ലാതെ ഞാൻ പ്രൊപ്പോസിഷൻ കംപ്ലീറ്റ് ആവുമ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അത് മതിയില്ലേ? ഇത് എന്നാ എഴുതാം.
എഴുതിയെടുക്കാൻ ജസ്റ്റ് പറഞ്ഞുകൂടി പറഞ്ഞു പോകും, കുഴപ്പമൊന്നുമില്ല. എഴുതിയെടുക്കാം മാം. എഴുതിയെടുക്കാം മാം. അന്ന് എഴുതിക്കോളൂ. ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഓക്കെ. ട്രൈ ചെയ്യൂ. ഓപ്ഷൻസ് ഇല്ല, അതേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എഴുതിക്കോളൂ. ഇപ്പൊ നമ്മൾ കവർ ചെയ്ത പോർഷൻസ് ബേസ് ചെയ്താണേ. I have been living in this city. I have been living in this city. Dash 2018. I have been living in this city. Dash 2018. Since. I have been living in this city. Dash 2018. Since ആണ്. Yeah, correct ആണ്. Since ആണ്. Next, I have worked here dash 8 years. I have worked here dash 8 years. 4. മാം ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. Yeah. I have been living in this city dash 2018. I have been living in this city dash 2018. August complete ആയോ? എഴുതിയോ? യെസ് മാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത്. I have worked here. I have worked here dash 8 years. I have worked here dash 8 years. 4 മാം. Yeah, for 8 years. Clear. Next one. They have been married. They have been married. They have been married dash 10 years. They have been married dash 10 years. 4. They have been married dash 10 years. For 10 years. 4. Yeah, for 10 years. Correct. Next one is go. The teacher said no talking dash class. The teacher said not talking dash class. During class. Yeah, during the class. The teacher said not talking dash the class. During the class. Okay. Another example do. I met him dash the afternoon. 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 Answer ആരാ? ഞാൻ ഇപ്പൊ പറഞ്ഞ മൂന്നെണ്ണം ബേസ് ചെയ്തിട്ടല്ല, ഇതുവരെ എടുത്ത അത് ബേസ് ചെയ്താണ് ചോദിച്ചത്. അപ്പൊ ആൻസർ ചെയ്താ ഇന്നാണോ? ഇന്നാണ് മാം. ആണോ എന്ന് ചോദിക്കണം, ഉറപ്പിച്ച് പറയൂ. ഇൻ Yeah, I met him in the afternoon. ഇന്നാണ്. Okay. Next. There is someone dash the door. There is someone dash the door. There is someone dash the door. അറ്റാണോ? At. At. There is someone at the door. അറ്റാണ്. ഫോൺ വരില്ല കേട്ടോ. There is someone at the door. ഡോറിന്റെ അടുത്ത് ആരോ ഉണ്ട്. At the door. You can use instead of at. ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? അതിന് പകരം അവിടെ വേറെ ഏതൊക്കെ പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും? പറയാമോ ആരെങ്കിലും? Beside. Yeah, beside യൂസ് ചെയ്യാൻ പറ്റും. Okay.
Next one, Edu. We celebrated the new year. We celebrated the new year. We celebrated the new year. Dash 1st of January. First of ഓൺ അറ്റാണോ മാം? ഓണാണ്. ഓണാണ്. എന്താ ഹോളിഡേ അല്ലേ? ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ ഹോളിഡേസ് ആണ്. ഓ ഓണാണ് വരെ. ഓക്കെ. Next. She smiled dash him. He smiled dash him. അറ്റ് ഹിം. She smiled dash him. അറ്റ്. Yeah, at him. Next. He insisted. He insisted. Insisted. I-N-S-I-S-T-E-D. I-N-S-I-S-T-E-D. Insisted. He insisted dash coming with us. ഡാഷ്. Coming with us. Coming. Coming. He insisted dash coming with us. He insisted dash coming with us. Insisted meaning എന്താ? നിർബന്ധിച്ചു. നിർബന്ധിക്കുക, വാശി പിടിക്കുക, ശാഠ്യം പിടിക്കുക, അല്ലെ? ഇപ്പൊ ഇവിടെ എന്താ വരാ? He insisted dash coming with us എന്താ വരാ? എന്തിനെങ്കിലും വേണ്ടി വാശി പിടിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സെന്റൻസ് കണ്ടാല് എന്തിനെങ്കിലും വേണ്ടി സപ്പോസ് ഫോറാണ്. on something or doing something, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വാശി പിടിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി വാശി പിടിക്കുകയാണെങ്കിൽ അവിടെ എന്താ പറയാം? ഫോറാണോ? On ആണ്. On. Okay. Insist on something or doing something. On ആണ് വരാം. അടുത്തൊരു എക്സാമ്പിൾ എഴുതൂ. I insist dash. I insist dash paying for dinner. I insist dash paying for dinner. I insist dash paying for dinner. എന്താ വരാ? ഓൺ. Yeah. On ആണ്. Next ഏതാ? He want to invest the money. He want to invest the money dash the stock market. He want to invest the money dash the stock market. ഡാഷ്. The stock market. Stock. ഇൻ. Stock. He want to invest the money dash the stock market. For എന്തിനൊക്കെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്തിലേക്ക്? ഫോർ ഇന്നാണോ മാം? എന്നാണ്. In the stock market. Invest. Invest in something. Okay. എന്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് in ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. Invest in something. Next one. I'm always arguing. Argument. Argue. I'm always arguing. I'm always arguing. A-R-G-U-I-N-G. 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 Dash my dad. Dash my dad. Dash money. I'm always arguing dash my dad. Dash my dad.
അച്ഛൻ, ഫാദർ. ഡാഡ് ഡാഷ് മണി. എന്താ? ഇതാ അറ്റും ഫോറും ആണോ? ഇല്ല, ഇത് നമ്മള് ഇപ്പോ ഫോറും ഇപ്പൊ പറഞ്ഞതൊന്നല്ല അതിന് വന്നിരിക്കുന്നത്. ടു മൈ ഡാഡ്. ഇതുവരെ മൈ പഠിച്ച- ഡാഡ് ആണോ? ടു മൈ ഡാഡ് ആണോ? ഇൻ മൈ ഡാഡ്. വിത്ത് മൈ ഡാഡ് ആണ്. എന്നെല്ലാം പറയൂ. ഐ എം ഓൾവേസ് ആർഗ്യൂയിങ്. ഞാൻ പറയൂ. വിത്ത് മൈ ഡാഡ് വിത്ത് ആണ്. മൈ ഡാഡ്. വിത്ത് വിത്ത് മൈ ഡാഡ് ഫോർ മണി. ഫോർ മണി. ഫോർ മണി ആണോ? എന്തിനെ കുറിച്ച്? എന്തിനു വേണ്ടിയാണ്, എന്തിനെ കുറിച്ചിട്ടാണ് അവിടെ ആർഗ്യുമെന്റ് നടത്തുന്നത്? ആർഗ്യൂ വിത്ത് സംവൺ അബൌട്ട് സംതിങ്. എട്ട് മണി. Yeah, argue with someone about something. അപ്പൊ എന്താ പറയാ? About money. Yeah, about money. Correct statement ഇതാണ്. Argue with someone about something. എന്തിനെങ്കിലും വേണ്ടി ആർഗ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ about ആണ്. Okay. Argue with my dad about money. Okay. I always argue with my students about their homework. Okay, ഇങ്ങനെ ആർഗ്യൂ എന്ന് പറയുമ്പോൾ അവിടെ വിത്തും വരും അബൌട്ടും വരും. സെന്റൻസ് നോക്കിയിട്ട് എഴുതണം. അത് ക്ലിയർ ആണോ? ഓക്കെ മാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐ ഓൾവേസ് ആർഗ്യൂ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എഴുതിക്കോളൂ. I always argue dash my students dash their homework. I always argue dash my students dash their homework. Answer ഇതാ. I always argue with my students. With about. With Yeah. my students about My homework. student about their homework. Homework. Yeah. Next up. It depend dash the weather. Dash. It depend dash the weather. Weather means kalavastha. Okay, weather. It depend dash the weather. എന്താ പറയാ? ആ സെന്റൻസ് ഒന്ന് പറഞ്ഞേ. It depend at the weather. Weather എന്ന് വരുമോ? On. On depend ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓൺ ആണ് വരാം. It depend on the weather. Okay. It depends on you എന്ന് പറയാം അല്ലെ? It depends on you പറയാം. അങ്ങനെ ഡിപ്പെൻഡ് ഒക്കെ വരുമ്പോ ഓൺ ആണ്. Depend on something. Depend on something. Next എഴുതിക്കോളൂ. I'm looking forward dash seeing you soon. I'm looking forward dash I'm looking forward dash seeing you soon. I'm looking forward dash seeing you soon. On ആണോ? ഇല്ല. I'm looking forward for എന്ന് പറയോ? ഇല്ല. To. വെറുതെ കറക്റ്റ് ആണ് പറയൂ. I'm looking forward to see you soon. See you again. Okay. I'm looking forward to see you again. ഒരുപാട് പ്രപ്പോസിഷൻസ് പഠിച്ചാൽ അതാ കുഴപ്പം. കൺഫ്യൂഷൻ വരും. ഇപ്പൊ മനസ്സിലായോ? നമ്മളൊന്നും അമിതമായി പഠിക്കരുത്. കാരണം അറിയാവുന്നത് പോലും മറന്നുപോകും അല്ലെ?
ബിസൈഡ് എന്താ? ബിസൈഡ് പ്രൊപ്പോസിഷൻ മീനിങ് എന്താ? ബിസൈഡ് അരികിൽ. അരികെ. ബിസൈഡ്സ് ആണെങ്കിലോ? ബിസൈഡ്സ് ബിസൈഡ്സ് രണ്ട് സൈഡിലും നിന്നാണോ? സൈഡുകളിൽ നിന്ന് അങ്ങനെ. അത് കൂടാണ്ട്. അത് കൂടാതെ അല്ല, കൂടാതെ. അത് കൂടാതെ ആണെങ്കിലോ? ബിസൈഡ്സ് ദാറ്റ്. അതാണ് അത് കൂടാതെ. അപ്പോ ബിസൈഡ് എഴുതാ. ബിസൈഡിന്റെ മീനിങ് എഴുതിയേ. അടുത്ത്, അരികെ എന്നൊക്കെ പറയാം. ബിസൈഡ്. ESIDE. ബിസൈഡ്. അരികെ. എക്സാമ്പിൾസ് കുറച്ച് പറയാൻ പറ്റുന്നൊക്കെ. She is sitting beside me. She sat beside me. ഇരുന്നു. അതെ, ഇരിക്കുകയാണ്. She is sitting beside me. Yeah, correct ആണ്. Next. Ma'am, she is sitting എന്നായിരുന്നോ? She was sitting എന്നല്ലേ? He is sitting എങ്കിലും കുഴപ്പമില്ല. He is sitting beside me. അവൻ എന്റെ അടുത്തിരിക്കുകയാണ്. തരുള്ളൂ. I standing beside the hospital. I standing beside the Hospital. നെക്സ്റ്റ്. എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോൾ എഴുതിയെടുത്തോളൂ. You need. He is living beside my home. Yeah, correct. Next one. പറയൂ. The table beside the bed. He sat beside me. Yeah, correct ആണ്. അപ്പൊ beside ക്ലിയർ അല്ലേ? Yes, ma'am. Yeah, ഇനി besides ചെയ്തോ. Besides. Besides means കൂടാതെ. എക്സാമ്പിൾ പറയൂ. പറയൂ. കൂടാതെ. She besides going to me. Besides. Going to me. Besides going to me. എന്താ ഉദ്ദേശിച്ചേ? She is going more besides me. എന്നെ കൂടാതെ ഇവിടെ മാറിപ്പോയി. Yeah, clear. She is not going besides her car. She is not going besides her car. She is not going Besides her car. 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 besides her car. കാറ് കൂടാതെ അവിടെ പോയോ? Not going. നോട്ട് ആണോ? Yeah, not ആണ്. She is not going besides her car. കാർ അതെന്താ മീനിങ് വരാ? കാർ എടുക്കാതെ പോകുന്നതാണോ? കാർ കൂടാതെ ദൂരം. കാർ ഇല്ലാണ്ട് അവള് പോവില്ല. She is not going besides her car. ഇല്ലല്ലോ മീനിങ്. Needu like apples beside the mango. Correct ആണ്. Your shoes are besides the table. അത് beside ആണ്. Okay, beside അല്ല ഞാൻ ഉദ്ദേശിച്ചത്, besides ആണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, I love coffee besides tea. മനസ്സിലായില്ലേ? ഇപ്പൊ ടീ കൂടാതെ എനിക്ക് കോഫി ഇഷ്ടമാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇപ്പൊ എന്താ? I know English besides 2 languages. അപ്പൊ എനിക്ക് അല്ലെങ്കിൽ വേണ്ട. I know 2 languages besides English. ഇംഗ്ലീഷ് കൂടാതെ എനിക്ക് 2 ലാംഗ്വേജസ് അറിയാം. ഓക്കെ, ആ ഒരു കൂടാതെ. ക്ലിയർ ആണോ?
യെസ് മാം. യെസ് മാം. എസ് മാം എന്ന് പറയാതെ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. മനസ്സിലായി. ഡൗട്ട് ഒന്നുമില്ല. അപ്പോ ഈ സെന്റൻസ് മലയാളത്തിൽ പറഞ്ഞിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ആക്കാൻ ശ്രമിച്ചു നോക്കണം. ഓക്കെ. ഓക്കെ. ഇപ്പൊ നമ്മള് കൂടാതെ ഞാൻ വളരെ ബിസിയാണ് എന്നെങ്ങനെ പറയാം? കൂടാതെ ഞാൻ വളരെ ബിസിയാണ് എങ്ങനെയാ പറയാ? ബിസൈഡ്സ് ഐ എം ബിസി. കൂടാതെ ഞാൻ വളരെ ബിസി ആയിരുന്നു എന്ന് പറയുന്നത് he has no friends besides me. ഓക്കെ. നമ്മളിപ്പോ എങ്ങനെയാ സംസാരിക്കുമ്പോൾ ഞാൻ കൂടാതെ ഭയങ്കര ബിസി ആയിരുന്നു ഒന്നും പറയില്ല നമ്മള്. കാഷ്വൽ ടോക്സിലൊക്കെ ഇടയ്ക്ക് പറയാറില്ല. എങ്ങനെയാ പറയാ? ബിസൈഡ്സ് ദാറ്റ് ഐ എം വെരി ബിസി. Besides, I'm very busy. I am very busy. Besides, കറക്റ്റ് ആണ്. ഞാൻ ബിസിയാണ്. കൂടാതെ ഞാൻ ബിസിയാണ്. കൂടാതെ ഞാൻ വളരെ ബിസി ആയിരുന്നു എന്നെങ്ങനെ പറയും? I am very busy. So I am യൂസ് ചെയ്യും. ആയിരുന്നു എന്ന് പറയും. was Miss I had been. ഓ അത്രയും കഠിനമായിട്ട് ഇപ്പൊ പോകണ്ട. വാസ് ഉപയോഗിച്ചാൽ മതി. I was busy. Busy. Besides, I was. Besides, I was very busy. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഈ ചിന്തിച്ചു കൂട്ടിയത്. എന്താ എനിക്കൊരു സിസ്റ്റർ കൂടിയുണ്ട്. ഒരു ബ്രദറിനെ കൂടാതെ ഒരു സിസ്റ്റർ കൂടിയുണ്ട് എന്നങ്ങനെ പറയാം. I have a sister besides brother. Besides a brother. Yeah. Clear? മനസ്സിലായോ? യെസ് മാം. ഇപ്പൊ കുറച്ചൊരു ക്ലിയർ ആയല്ലേ? ഇനി പ്രപ്പോസിഷൻസ് അറിയാൻ നോക്കണോ എന്ന് പറയുന്നു. മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം കൂടെ നോക്കിയിട്ട് നിർത്താം. ഇപ്പൊ അണ്ടറൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യാം? താഴെ. തൊട്ട് താഴെ അല്ലെ? തൊട്ട് താഴെ അങ്ങനെ പറയാം അണ്ടർ യൂസ് ചെയ്യും. Under the table. Sitting under the table. Under the bed. നമുക്കൊരു ഏജ് ഒക്കെ പറയുമ്പോഴാ അണ്ടർ യൂസ് ചെയ്യും അല്ലെ? I was under 7 എന്നൊക്കെ പറയാല്ലേ? I was under 7. ഞാൻ 7 വയസ്സായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞെങ്കിലും പറയാം അല്ലെ? അങ്ങനെ നമുക്ക് അണ്ടർ യൂസ് ചെയ്യാം. പിന്നെ എങ്ങനെ അണ്ടർ യൂസ് ചെയ്യാൻ പറ്റും? നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ട് അണ്ടർ യൂസ് ചെയ്യാൻ പറ്റില്ലേ? മാം അണ്ടറും ഡൗണും തമ്മിൽ വ്യത്യാസം എന്താ? അണ്ടറും ഡൗണും എല്ലാത്തിനും അങ്ങനെ വലിയ ഒരുപാട് വ്യത്യാസങ്ങളില്ല. ഓക്കെ. ഇപ്പൊ ബിലോയും ഏകദേശം സെയിം ആണ്. ഓക്കെ. നമ്മള് ബിലോ പറയുമ്പോൾ എന്താ കുറച്ച് ടെമ്പറേച്ചറിനൊക്കെ ബിലോ അല്ലേ? അണ്ടർ ഇങ്ങനെ പറയില്ലല്ലോ. അപ്പൊ അവിടെ ബിലോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അണ്ടർ എന്ന് പറയുമ്പോൾ നമ്മള് തൊട്ട് താഴെ അണ്ടർ ദ ട്രീ. ബിലോ ദ ട്രീ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. പക്ഷെ ബിലോ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഡൗണും നമ്മൾ അങ്ങനെ പറയുമ്പോഴും നമ്മൾ അത് കോമൺലി യൂസ് ചെയ്യുന്നത് എപ്പോഴും അണ്ടർ ആണ് അല്ലെ? ബിലോ നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോ ടെമ്പറേച്ചർ ഡിഗ്രീസ് ഒക്കെ പറയാൻ വേണം നമ്മൾ കൂടുതലും ബിലോ യൂസ് ചെയ്യാം. പിന്നെ എന്താ പറയാ, ഇപ്പോ കുറച്ച് വെബ്സൈറ്റ് ഒക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, പ്ലീസ് ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഗിവൺ ബിലോ അല്ലെ? താഴെ കൊടുത്തിരിക്കുന്നതിന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പറയുമ്പോഴും ബിലോ യൂസ് ചെയ്യും. പക്ഷെ സംസാരിക്കുമ്പോൾ കൂടുതലും നമ്മൾ അങ്ങനെ അണ്ടർ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ. ബിലോന് പകരമായിട്ട് അവിടെ അണ്ടർ യൂസ് ചെയ്തെന്ന് പറഞ്ഞ് മിസ്റ്റേക്കും വരില്ല. അത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം എന്ന് പറയാനായിട്ട്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞത്
മെന്റൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നിങ്ങളുടെ കറന്റ്ലി മെന്റൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്ട്രെസ് ആണോ? എന്താണ്? ന്യൂട്രൽ ബാലൻസ്ഡ് ആണ് മാം. ആണോ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അണ്ടർ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ നമ്മൾ പറയില്ലേ he is under lot of pressure എന്ന് പറയാറ്. അതേപോലെ മെന്റൽ സ്റ്റേറ്റ്മെന്റിനെ പറയുമ്പോൾ നമുക്ക് അണ്ടർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലിയർ ആണോ? യെസ് മാം. ഇപ്പൊ ഡൗൺ ചോദിച്ചില്ലേ? ഡൗൺ എന്ന് പറയുമ്പോൾ ഒരു ആഡ്വേർബ് ആണത്. ഓക്കെ, പൊസിഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആഡ്വേർബ് ആണ്. അതായത് കുറച്ച് മൂവിങ് എന്താ അത് മൂവ് ചെയ്യുന്ന ഒരു രീതിയിൽ ഇപ്പൊ ലോവർ പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഡൗൺ ആയിട്ട് പറയും. ഓക്കെ, അങ്ങനെ ഒരുപാട് ചിന്തിച്ചാൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഓർത്ത് വെക്കുക. ഇപ്പൊ നമ്മള് ഒരു അപ്പാർട്ട്മെന്റിന്, അപ്പോ എന്റെ അപ്പാർട്ട്മെന്റ് താഴെയാണ്, അവന്റെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ, അവന്റെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാം? അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? അണ്ടർ ആണ് യൂസ് ചെയ്യാം, ബിലോ യൂസ് ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാം? പറയൂ. അണ്ടർ യൂസ് ചെയ്യാം, അണ്ടർ യൂസ് ചെയ്യാം, ബിലോ യൂസ് ചെയ്യാം. അണ്ടർ എന്ന് പറയുമ്പോൾ തൊട്ട് താഴെയായിപ്പോ, ബിലോ എന്ന് പറയുമ്പോൾ താഴെയാണ്. അത്രേ ഉള്ളൂ. അണ്ടർ എന്ന് പറയുമ്പോൾ തൊട്ട് താഴെ അവന്റെ ഫ്ലാറ്റാന്ന് പറയാൻ പറ്റും. അത്രയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്നാൽ അത് ഉപയോഗിച്ചതും തെറ്റാണെന്ന് പറയില്ല. നമുക്ക് കാഷ്വൽ ടോക്സിൽ ഇത് രണ്ടും മാറ്റി മറിച്ചിട്ട് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ഡൗൺ ചോദിച്ചപ്പോ എന്താ? ഇപ്പൊ നമുക്ക് പറയാം, എ മാൻ കം ഡൗൺ ദ സ്റ്റേഴ്സ് ടു മീറ്റ് ദം. എന്താ പറയാ? താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡൗൺ യൂസ് ചെയ്യും. താഴേക്ക് ഇറങ്ങി വരികയാണ്, കാരണം അവരെ കാണാൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താ? നമുക്ക് ഡൗൺ യൂസ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളു വ്യത്യാസം. സെന്റൻസ് നിങ്ങൾ സെന്റൻസ് അനുസരിച്ചിട്ട് ഡൗൺ ചേർക്കാം, ഡൗൺ ചേർക്കാം, ബിലോ അണ്ടർ ഇതിന്റെ വഴി ചേർക്കാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചാലേ ചിലപ്പോ ഇത് വട്ടാം. ഇപ്പൊ ക്ലിയർ ആണോ? അണ്ടർ, ഡൗൺ, ബിലോ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? മനസ്സിലാക്കി വെക്കൂ. ക്ലിയർ ആണല്ലോ? യെസ് മാം. ഇനി പ്രപ്പോസിഷൻസ് എന്താ ഡൗട്ട്? പ്രപ്പോസിഷൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാമിന് കുറെ വരുമോ? എക്സാമിന് വരാതിരിക്കും. ഇത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. മാം ഓഫ് എന്ന് പറയോ? OF. ഓഫോ? ഓഫിന് മീനിങ് എന്താ? ഇൻഡേ. അങ്ങനെയൊക്കെ അല്ലേ? ഞാനത് അറിയാം. ഇപ്പോ അതൊരു ഹെൽപ്പ് എന്ന് വെച്ചാൽ ടു ഹെൽപ്പ് ക്വാണ്ടിറ്റി, ടൈം ഓർ മെഷർമെന്റ്സ് എന്തെങ്കിലും നമുക്ക് അത് ഒരുപാട് ഓഫ് നമുക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാലോ. അത് എക്സാമ്പിൾസ് ഞാൻ കുറച്ച് ഓഫ് മാത്രം ഡൗട്ട് ഉള്ളോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ബിനീത്ത് മാം. ഓഫിൽ. ബിനീത്തോ? OFF. അതാ ഞാൻ പറഞ്ഞ OFF. OFF ആണോ ചോദിച്ചേ? OF ആണ്. OFF. OFF. ബിനീത്ത് ആരാ ചോദിച്ചേ? അത് ഞാൻ തന്നെ വെച്ച്. ഓഫ് മീൻസ് സ്വിച്ച് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ അത് ഓഫ് അല്ലേ? നമ്മൾ OWFF യൂസ് ചെയ്യാം. പിന്നെ ഒഴിവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഓഫ് OFF യൂസ് ചെയ്യാം. കറക്റ്റ് മീനിങ് ഞാനിപ്പോ
മാം ഒരു എക്സാമ്പിൾ തരുമോ? എക്സാമ്പിൾ ആണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ കുറച്ച് ഡൗട്ട് എന്നോട് പറഞ്ഞേ, ഇത് കൂടെ ഇംഗ്ലീഷ് ചെയ്യാൻ നോക്കി പറയാമോ? അതാ കുറച്ച് സിമ്പിൾ. വിനീത് ചോദിച്ചു, വിനീത് ഞാൻ വേണ്ടി പറഞ്ഞുതരും. വിനീത് എന്താ പറഞ്ഞാല് താഴെയാണ്, ബട്ട് അത് സർഫേസ് ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവും. വിനീത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മള് സംസാരിക്കാൻ വിനീത് അങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഹി സിറ്റിംഗ് ബിനീത് ദ ട്രീ എന്ന് പറയാനാണോ ഏറ്റവും എളുപ്പം? ഹി സിറ്റിംഗ് അണ്ടർ ദ ട്രീ എന്ന് പറയാനാണോ എളുപ്പം? അണ്ടർ the tree. അണ്ടർ പിടിച്ചാ പോലെ മനസ്സിലായോ? ഇപ്പൊ ബിനീത് എന്ന് പറയുമ്പോള് ഇത് സംഭവം എല്ലാം സെയിം ആണ്, എന്ന് വെച്ചാൽ താഴെയാണ്, പക്ഷെ സർഫേസ് ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ ബിനീത്തിന്റെ വ്യത്യാസം. മനസ്സിലായോ? ഇപ്പൊ ബിനീത് വേറെ നമുക്ക് വേറെ ഇതിൽ പറയാന്ന് വെച്ചാല് there is a happy man beneath his sad face. എന്താ ഈ സെന്റൻസിന്റെ മീനിങ് എന്താ? സാഡ് ഫേസിന് അടിയിൽ ഒരു ഹാപ്പി മാൻ ഉണ്ടെന്ന്. അപ്പൊ ബിനീത് എത്രയാണ് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്തെങ്കിലും ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ബിനീത് ഇങ്ങനെ സെന്റൻസിൽ പറയും. കുറച്ചുകൂടെ ഫോമൽ ആണ് ബിനീത്, അത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഹൈഡിങ് അവിടെ യൂസ് ചെയ്യാലോ, സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം ഹൈഡിങ്, അല്ലേ? ശരിയാണോ? there is a happy man hiding his sad face എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിലാവില്ലേ? മനസ്സിലാവോ? പറയൂ. യെസ് മാം. അപ്പൊ ബിനീത് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഫോമൽ ആണ്. ഫോമൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോമൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ബിനീത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്താ? ഓഫ്. പിന്നെന്താണ് ഓഫ്? ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പറഞ്ഞില്ല. പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓഫ് ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പറയൂ. മാം ബിയോണ്ട്. ബിയോണ്ട് മീൻസ് ഇത് കുറച്ചുകൂടെ മുകളിൽ ഒരു ഹൈ ലെവൽ ഇതൊക്കെയല്ലേ ബിയോണ്ട് വരാം. ബിയോണ്ട് അതിനപ്പുറം എന്നൊക്കെയുള്ള മീനിങ് അല്ലേ? അപ്പുറം അതാണ്, നമുക്ക് അപ്പുറം നമുക്ക് പറയാം. അത് കൂടാതെ നമുക്ക് പറഞ്ഞു ബിസൈഡ്സ് ദാറ്റ്, ഞാൻ അത് കൂടാതെ എന്ന് പറയാം. ടേബിളിൽ തന്നിരിക്കുന്ന പ്രൊപ്പോസിഷൻസ് എല്ലാം പറയാന്ന് വെച്ചാല് ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് വട്ടാവും കേട്ടോ. മൊത്തത്തിൽ നോക്കിയാലേ ഞാൻ ജസ്റ്റ് പ്രൊപ്പോസിഷൻസ് എന്താണെന്ന് നിൽക്കുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും പ്രൊപ്പോസിഷൻസ് എടുത്തിട്ട്. നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊപ്പോസിഷൻസ് ഉണ്ട് ഇപ്പൊ. ഓക്കെ, ബിയോണ്ട് ദ ബൗണ്ടറി. ക്ലിയർ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇനി? കഴിഞ്ഞല്ലോ. പ്രപ്പോസിഷൻ അത് മതിയില്ലേ? നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി ഇത്രയ്ക്കല്ലേ ആവശ്യമുള്ളൂ? ആണോ? യെസ് മിസ്. ഓഫ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓഫ് ഞാൻ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. OWFF അല്ലേ? ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ബിയോണ്ട് അറിയാലോ. ഇപ്പൊ ബിയോണ്ട് അപ്പുറം. പിന്നെന്താ? പ്രിപ്പോസിഷൻസിനെ കുറച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ മാം. വെയിറ്റ് ചെയ്യണേ, ഞാൻ എടുക്കട്ടെ.
ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യൂല അവര്. വായിക്കൂ. ഇത് നോട്ടിൽ എഴുതണോ? വേണ്ട വേണ്ട, നോട്ട് തരാം. He has been Yeah. ill. On. ക്വസ്റ്റ്യൻ വായിക്കൂ ആദ്യം, ക്വസ്റ്റ്യൻ വായിക്കൂ. He has been ill dash yesterday. Since yesterday. On yesterday. Since yesterday. Since yesterday മുതൽ അവന് വയ്യാതിരിക്കായിരുന്നു. A good day. Since. Correct ആണ്. Correct. Since. Next one. They have been learning English dash 5 years. For 5 years. For 5 years. He traveled dash train. He traveled. ഒരു ഒരെണ്ണം സ്കിപ്പ് ചെയ്തു. ആൻസർ പറഞ്ഞില്ല. സെക്കൻഡ് വൺ. For 5 years. ഓക്കെ, എല്ലാവരും പറയണേ. They have been learning English for 5 years. Correct. Next. She has been cooking dash morning. In the morning. Morning. In the morning. Since morning. He traveled by train. ആരെ ട്രാവല് പറയണേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയാതെ. In morning. Since morning ആണോ? ഫാത്തിമ കറക്റ്റ് ആണ്. സിൻസ് ആണ്. സിൻസ് ആണ്. മോർണിംഗ് മുതൽ എന്താ അവള് കുക്ക് ചെയ്യായിരുന്നു. അതെ, സിൻസ് ആണ്. ഇനി നാലാമത് ആരാ? വായിക്കൂ. He traveled dash train. Dash train by train. He traveled by train. By train. by train. Correct. The book fell Dash the ground. The book On the ground. on the ground. on the ground. The book fell on the ground. The book fell on the ground. Correct. in- On the ground. No. He He threw himself into the river. The river. into the river. He threw himself. He threw himself into the river. Correct. Taste of. He He has has not On. Yes. Angry. The headmaster was angry with me. he has no taste of music. നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ട്. സെവൻത് ക്വസ്റ്റ്യൻ ആൻസർ പറയാം ആദ്യം. He has no taste of music. He has no taste for music. Next. The headmaster has angry dash with me. me. With me. With me. The headmaster has angry with me. Correct. She depends dash her mother. On her mother. On her mother. She depends on her mother. Next. Take care of your dash your health. Of your health. Take care dash your health. Of your health. For your health. For your health. Of. Of. Take care of your health. On your health. On your health. Take care of. For your health. Take care for your health. Take care of your health. Off പറഞ്ഞു. Take care of your health. Okay. Next one. She was born born 1982. at 1982. Good. In 1982. ഇന്നല്ലേ വരിക? ഇന്നലെ വന്നത്. She was born in 1982. ഇന്ന് പഠിച്ച് താഴോട്ട്. She was born in 1982. ഇന്നല്ലേ? അറ്റ് വരുമ്പോ ഒരു സ്പെസിഫിക് പ്ലേസ് ഒക്കെ ഉദ്ദേശിക്കുമല്ലോ അറ്റ് ഉദ്ദേശിക്കുന്നത്.
Fix ചെയ്യൂ. ഏത് fix ചെയ്യൂ? Answer ഏതാ? In in. Yeah. She was born in 1982. She was standing Just at dash the the gate. gate. She was standing. she was standing just dash the gate. Inside. Inside the gate. Inside the gate. Standing just inside the gate. She was standing Beside the gate. Beside. beside എന്നൊരു ഓപ്ഷൻ ഇല്ല അവിടെ. Option ഇല്ല. Standing just Inside. into the gate. Yeah, inside. She was standing just inside the gate. Correct. You You 13 should give that smoking. Up. You should give up. give off. Give up smoking. Give up. Give up. Give up smoking. You should You must give up. listen dash your teacher. To your teacher. Your You must listen to your To teacher. your To your teacher. teacher. to your You must listen to your teacher. അതെനിക്ക് പറയാനുള്ളൂ. You must listen to your. Okay, next I one. am satisfied. Dash your work. With your work. work. With your work. I'm satisfied on your work. With On. Are you satisfied with my teaching? Yeah. I am. Yes. Yes. Thank you. Welcome, ma'am. Next one. There was also a service dash Sunday What morning. was that? I'm satisfied. അപ്പൊ 6 ആരും വായിച്ചില്ലേ? Ayo, a girl was passing the building dash the moment. At the moment. At the moment. The moment. At the moment. A girl was passing the building at the moment. There was also There was also a service dash Sunday morning. Sunday morning. On Sunday morning. On Sunday morning. Yeah, on Sunday morning. Correct ആണ്. He treated Next one. He peeled the vegetables with a knife. the vegetables He peeled the vegetable. അല്ലേ? He did with a knife. With a knife. With a knife. Yeah, he peeled the vegetables with a knife. Next. Come and sit dash me. besides me. Come and sit Besides me. with me. Beside me. Besides. With വരൂലേ? Come and sit with വരൂലേ പോലെ sit എന്റെ Sit അടുത്ത് with me. ഇരിക്കാണ്. With me അല്ലേ? Come and sit. with me. അവിടെ ആൻസർ വിത്താണ്. നിങ്ങൾ ആരാ പിസൈഡ് പറയാൻ പറഞ്ഞത്? അത് പിസൈഡിന്റെ മീനിങ് എന്താ? Besides food. അരികെ അരികെ. അരികെയാണോ പിസൈഡ്? besides കൂടാതെ ഓക്കെ ആ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ വിത്ത് മീ ആണ് അവിടെ ആൻസർ. The poor man asked for help. For help. Yeah. For help. Okay, correct. Next one. For help. Father is not dash home now. at home At home now. at home Home now. Yeah. Sam went to the school dash his scooty. On Sam went to the school. On a scooty. On. Yeah, scooty. ഇത്തരം സ്ഥലങ്ങളൊക്കെ വരുമ്പോ ഓൺ ആണ്. ഓൺ സ്കൂട്ടി. we asked dash a file. Speed. നെക്സ്റ്റ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. We ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാൻ ടൈം ആയി. നിങ്ങൾക്ക് ഈ നോട്ട് തരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ Okay, ma'am. ചോദിച്ചാൽ മതി. Okay, ma'am. ക്ലിയർ അല്ലേ? Clear, ma'am. Yes, ma'am. Clear ആണ്. Yeah. അപ്പോ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.